നമ്മളൊരു വിഷയത്തെ, പ്രത്യേകിച്ച് നിങ്ങളൊരു വിഷയവുമായി നിങ്ങൾക്കൊരു പ്രത്യേക വിടുതൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ വിഷയം, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. നമ്മൾ ഇപ്പോൾ ഒരു സൗഖ്യം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ആ സൗഖ്യവുമായി, വേദപുസ്തകവുമായി ബന്ധപ്പെട്ട വചനങ്ങൾ നിങ്ങൾ ധ്യാനിക്കണം. സൗഖ്യമാക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾ അറിയണം. ഈ ദൈവം ആരെയൊക്കെ സൗഖ്യമാക്കിയെന്നുണ്ട്. രക്തസ്രവമുള്ള സ്ത്രീയെ, നൈനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന, അല്ലെങ്കിൽ യായിറൂസിന്റെ മകളെ, അല്ലെങ്കിൽ കുളക്കരെ കടന്നവനെ സൗഖ്യമാക്കുന്നത്, നിങ്ങളിങ്ങനെ സൗഖ്യത്തിന്റെ വചനവുമായി നിങ്ങൾക്കൊരു ബന്ധമുണ്ടായിട്ട് നിങ്ങളോട് തന്നെ പറയുക, ഐ ആം ഹീൽഡ്, ഞാൻ സൗഖ്യമായിരിക്കുന്നു പറയുമ്പോൾ വചനമാകുന്ന ക്രിസ്തു, ആ വചനം, അവൻ തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് വിടുവിച്ച ആ വചനമാണ് ക്രിയ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ആ രോഗാവസ്ഥയിരിക്കുന്നവര് ആ വചനം ധ്യാനിച്ചിട്ട് പറയണം, ഞാൻ സൗഖ്യമായിരിക്കുന്നു, അവന്റെ അടിപ്പിണരുകളാൽ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയെ ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വചനം ക്രിയ ചെയ്യും.